VP 20-ാം വാർഡ് നിന്നാണ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കൃത്യം 2:30 മണിക്ക് വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും. കുമ്പളം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ ഖാദർ VP എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ. അതുപോലെ തന്നെ നമ്മുടെ 24 അംഗങ്ങളും അതൊരു അവസരമായി ലഭിച്ചതാണ് ഇതെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ 24 അംഗങ്ങളും ഒരുമയോടുകൂടി ഒത്തൊരുമയോടുകൂടി ജാതി ഭേദവ്യത്യാസമില്ലാതെ എല്ലാവരെയും എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നാം ശ്രമിക്കണം. കാരണം നമുക്ക് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് നമുക്ക് നമ്മുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തുള്ളത്. അതുപോലെ തന്നെ വികസന കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാനപരമായ വികസനത്തിലും മറ്റും നാം എല്ലാവരും ഭരണക്ഷമെന്നോ മറ്റോ ഇല്ലാതെ നാം ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് പോകണം. നിങ്ങൾ എന്നതിന് പകരം നമ്മൾ ഒന്നാണ് എന്ന് കാണിച്ചു കൊടുക്കണം. തീർച്ചയായും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് കൊണ്ട് വികസനത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ കാലത്തും. അതുപോലെ തന്നെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്കും പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഫിഷറീസ് മുതലായ എല്ലാ കാര്യങ്ങളിലും ഏതെല്ലാം ഏജൻസികളിൽ നിന്ന് നമുക്ക് ഫണ്ടും മറ്റും മേടിക്കാൻ സാധിക്കും അതൊക്കെ ഒത്തൊരുമയോട് മേടിച്ചുകൊണ്ട് അത് ലാഭസാവാതെ പ്രവർത്തിച്ചുകൊണ്ട് നമുക്കതിനെ നടപ്പിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ കാര്യത്തിലും നിങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും സഹായം അല്പം ഉണ്ടായിരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബൽക്കീസ് M എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കത കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കുമ്പളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ജനപ്രാതിനിധ്യം കൊണ്ട് ഏറെ കഴിവ് തെളിയിക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യനുമായിട്ടുള്ള പ്രിയപ്പെട്ട VP അബ്ദുൽ ഖാദറിനെയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മുസ്ലിം ലീഗിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലയിൽ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ജനാധിപത്യ സംവിധാനം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഈ രാജ്യത്തിൻ്റെ ഈ സംവിധാനം തീർച്ചയായും താഴേക്കടയിൽ ഇത്ര മനോഹരമായി നടപ്പിലാക്കുന്ന ഒരു രാജ്യം ലോകത്ത് വേറെ എവിടെയുമില്ല. ആ രാജ്യത്തിൻ്റെ ഒരു ഏറ്റവും തനിമയാർന്ന അല്ലെങ്കിൽ ഏറ്റവും സവിശേഷമുള്ള ഒന്നാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളെ വാർഡ് തലം മുതൽ പാർലമെന്റ് വരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു വിഷയമാണ് ഈ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഭരണഘടന അനുശാസിക്കുന്ന മറ്റൊരു വിഷയം മതം, ജാതി ഒന്നുമില്ലാതെ ഏത് മതക്കാരനും അവൻ്റെ മതം പ്രചരിപ്പിക്കുവാനും വിശ്വാസമില്ലാത്തവൻ മതമില്ലാത്തവൻ ആ രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള ഒരു സംവിധാനം. അത് ഇന്ത്യ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാണ്. ഇത് രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ಈ ಅವಸರದಲ್ಲಿ ಸುಮಾರು 2005ರಿಂದಲೇ ನನಗೆ ಒಳ್ಳೆ ಪರಿಚಯ ಆದಂಥ ವ್ಯಕ್ತಿ ಅಬ್ದುಲ್ ಖಾದರ್ ಅವರು ಈ ಒಂದು ಅಧ್ಯಕ್ಷ ಸ್ಥಾನ ಅಂತ ಹೇಳಿದ ಹಾಗೆ ಯಾವ ಜಾತಿ ಮತವಿಲ್ಲದೆ
ನಾವು ಒಟ್ಟಿಗೆ ನಿಂತು ನಾವು 5 ವರ್ಷ ಈ ಅಭಿವೃದ್ಧಿಯ ಹಾದಿಯಲ್ಲಿ ನಾವು ಹೋಗ್ಬೇಕಂತೇಳಿ ಅವರು ಒಳ್ಳೆ ರೀತಿಯಿಂದ ಹೇಳಿದ್ದಾರೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ನಾವು ಎಲ್ಲರೂ 24 ಸದಸ್ಯರಿರುವಂತಹ ಈ ಕುಂಬಳೆ ಗ್ರಾಮ ಪಂಚಾಯತಲ್ಲಿ ಒಟ್ಟಾಗಿ ಸೇವೆ ಮಾಡುವ, ಜನರ ಸೇವೆ ಮಾಡುವ ಅಂತ ಹೇಳಿಕೊಂಡು ಅಭಿವೃದ್ಧಿಗೆ ನಾವೆಲ್ಲರೂ ಸಪೋರ್ಟ್ ಕೊಟ್ಟು 24 ವಾರ್ಡಿನ ಸದಸ್ಯರು ಮಾತ್ರ ಅಲ್ಲ, ಊರಿನ ಜನರು ನಮ್ಮನ್ನು ಆಯ್ಕೆ ಮಾಡಿ ಕಲಿಸಿದಂಥ ಆ ಶಾಶ್ವತ ಫಲವನ್ನು ನಾವು ಕೊಡಬೇಕಂತ ಹೇಳ್ಕೊಂಡು ನನ್ನ 2 ಮಾತು ತಿಳಿಸ್ತಾ ಇದ್ದೇನೆ. ತನ್ನ ಅನುಭವವನ್ನು ಈ ಪಂಚಾಯತ್ನ ಅಭಿವೃದ್ಧಿಗೆ ಉಪಯೋಗಿಸಿ ಅದರಲ್ಲಿ ನಮ್ಮ ಮಾಜಿ MLA City Gold and Diamonds, Kerala and Karnataka. അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000. 9061 178